ഓസ്ട്രേലിയ മല്ലു ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാത്രമല്ല, ഇനിയുള്ള അടുത്ത ഒരു 2 വീക്സിലേക്കുള്ള നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാനഡയുടെ മലയോര ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു ട്രിപ്പാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു കല്യാണവും കൂടിയുണ്ട്. അപ്പോൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കനേഡിയൻ റോക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ച് 2 വീക്സ് കഴിഞ്ഞ് തിരിച്ച് മെൽബണിലെത്തും. അപ്പം ആ ഒരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ മെൽബൺ എയർപോർട്ടാണ്. നമ്മൾ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് രാവിലെ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ എയർലൈൻസിലാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ടോക്കിയോയിൽ പോകും. ടോക്കിയോയിൽ പോയിട്ട് അവിടുന്ന് നേരെ വാൻകൂവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് എഡ്മണ്ടനാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ കൂടുതൽ മോള് ഫിയോണയുണ്ട്, അതുപോലെ തന്നെ വൈഫ് കിടന്ന് ഉറങ്ങുന്നു. ഇവിടെ രാവിലെ 5 മണിയായിട്ടുള്ളൂ. ഇനിയും ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ചെക്കിനൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോകുന്നതാണ്. ഏതൊക്കെയാലും നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. കാനഡ ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് കാനഡയ്ക്ക് പോകുന്നത്. ഫിയോണ ഒരിക്കൽ വന്നിട്ടുണ്ട് അല്ലാടി? ഫിയോണയും ഞങ്ങളും കൂടി പണ്ടൊരിക്കലൊരു കനേഡിയൻ ട്രിപ്പ് കഴിഞ്ഞാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ട്രിപ്പാണ് ഇന്നത്തെ ട്രിപ്പ്. അപ്പം നമ്മുടെ കാനഡയിൽ പോയി അവിടുത്തെ എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ജമല ഉറങ്ങിക്കഴിഞ്ഞു? 2 മണിയായപ്പോൾ എണീറ്റ് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നതാണ്. ഇനി ഇവിടുന്ന് ഏകദേശം 10.5 മണിക്കൂറുണ്ട് അല്ലാടി ജപ്പാനിൽ ചെല്ലാൻ. ടോക്കിയോയിൽ നിന്ന് പിന്നെ അടുത്ത് 9.5 മണിക്കൂർ പിന്നെയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷേ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം 17 മണിക്കൂർ. ഇതിപ്പോൾ അതൊക്കെ കൂടുതലാവും. പിന്നെ വാൻകൂവറിലാണ് നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം ചെയ്യുന്നത്. വാൻകൂവറിൽ നിന്ന് പിന്നെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്മണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അപ്പം അത്ര ലോങ് ജേണിയാണ്. അയ്യോ, ഇപ്പം തന്നെ അത് ഓർക്കുമ്പോഴത്തേക്കും അല്ലേ ആള് കുറവായിരിക്കും. ആള് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം. ഇവക്ക് പിന്നെ ഒരു 2 സീറ്റ് കിട്ടിയാൽ മതി, അതിനകത്ത് ചുരുണ്ട് കൂടി കിടന്നുറങ്ങിക്കോളൂ. എനിക്കത് പറ്റത്തില്ല. നമ്മുടെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്നത് ഈ സെയിം ടൈമിലാണ്. 5:45 ആയപ്പോഴത്തേക്കും രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ സെയിം ഫ്ലൈറ്റിനാണ് നമ്മൾ തിരിച്ചു വരുന്നത് 2 വീക്സ് കഴിഞ്ഞ്. ഞാൻ ആദ്യമായിട്ടാണ് ജപ്പാൻ എയർലൈൻസിൽ പോകുന്നത്. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കണം. ജമി, ഇപ്രാവശ്യം നമ്മൾ പോയപ്പോഴത്തേക്കും ജപ്പാനിലൊന്നും ഇറങ്ങാമായിരുന്നല്ലോ. ജപ്പാനിലും അങ്ങനെ പോകാനായിട്ട് സീസണൊക്കെ ഉണ്ടോ? ഓ, ചെറി ബ്ലോസം അതൊക്കെ നോക്കി വെച്ചിരിക്കുകയല്ലേ കൊച്ചു കള്ളി. ഗൈസ്, ഈ ജപ്പാനിൽ പോകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ചെറി ബ്ലോസം. അത് എനിക്ക് തോന്നുന്നു അത് ഏത് സമയത്താണ്? അത് മാർച്ചിലാന്ന് തോന്നുന്നു. മാർച്ച് ആ സമയത്ത് വേണം ജപ്പാനിൽ പോകാൻ. അടിപൊളിയാണ്. നമുക്കൊന്ന് ബുക്ക് ചെയ്യണം അല്ലേ, ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ജപ്പാനൊന്ന് പോകണം. നമുക്കിഷ്ടമുള്ള ചെറുപ്പം മുതൽ ഈ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ട് പഠിച്ച ഒരു സംഭവമല്ലേ, പോയി ഒന്ന് കയറണം. പണ്ട് ചൈനയിൽ പോയപ്പോഴത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനാണ് ബുള്ളറ്റ് ട്രെയിൻ. അതെല്ലാം ഒന്ന് കയറണം. അതാണ് ആദ്യമേ എനിക്ക് തോന്നുന്നത് ഇൻവെൻറ്റ് ചെയ്ത ബുള്ളറ്റ് ട്രെയിൻ എന്നാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ ഫ്ലൈറ്റിൽ ആള് വളരെ കുറവായിരുന്നുകൊണ്ട് ബിസിനസ് ക്ലാസ്സിനേക്കാളും വളരെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഇവർക്ക് 2 പേർക്കും. നല്ല നീണ്ടു നിവർന്ന് കിടന്നാണ് 2 പേരും ജപ്പാൻ വരെ എത്തിയത്. അങ്ങനെ നമ്മുടെ ടോക്കിയോയിലെ നരീറ്റ ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിരുന്നു നമ്മൾ വന്ന് ഇറങ്ങിയത്. ചെറുപ്പം മുതലേ കേട്ട് പഠിച്ചുകൊണ്ട് ജപ്പാനിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ജപ്പാനിൽ വന്ന് നമ്മളൊന്ന് ലാൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ പുറത്തേക്ക് നോക്കി ജപ്പാനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ ഈ ഒരു എയർപോർട്ടൊക്കെ കാണുന്ന ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു.
നമ്മളത് ജപ്പാനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ജപ്പാനിൽ കാലുകുത്തി. അടിപൊളി. നല്ല ഫ്ലൈറ്റായിരുന്നു അവരുടെ. ജപ്പാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു. ഇഷ്ടം പോലെ ലെഗ് സ്പേസ്, ഫുഡ് കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. വൈഫൈ 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രീ ആയിരുന്നു. എനിവേ നല്ല ഫ്ലൈറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടയ്ക്ക് കാത്ത് നിൽക്കുന്നു. ഗൈസ്, ഈ കാഴ്ച നോക്കിയോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിത് വാൻകൂവറിലേക്ക് വന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കാഴ്ചയാണ് മഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുന്ന മലകൾ. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ റോക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ ആണ്. നമ്മൾ വാൻകൂവറിലേക്ക് ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുമ്പോഴത്തേക്കുള്ള അടിപൊളി കാഴ്ചകളാണ് ദേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, എത്ര മനോഹരമാണ് നോക്കിയേ. ഓഹ്, പൊളി. വാൻകൂവറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അടുത്ത എഡ്മണ്ടൺ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്കുള്ള ഫ്ലൈറ്റ് കയറാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇമിഗ്രേഷൻ ചെയ്യണമായിരുന്നു. ആകെപ്പാടെ 1.5 മണിക്കൂർ സമയമുള്ളായിരുന്നു. ഇമിഗ്രേഷനിലാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഏതൊക്കെയാലും പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷനൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ച് ഓടിപ്പോയി അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് കയറുകയായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 22 മണിക്കൂർ ജേണിയൊക്കെ കഴിഞ്ഞ് ഇന്നൊരു വൈകുന്നേരം 4 മണിയായപ്പം എഡ്മണ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കാണുന്ന ഹോളിഡേ ഇൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ബുക്ക് ചെയ്തത്. ഞാൻ അപ്പം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളൊരു കല്യാണത്തിനും കൂടിയാണ് വന്നത്. അപ്പോൾ ആ കല്യാണം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഗസ്റ്റും കാര്യങ്ങളും എല്ലാം താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പം ഞങ്ങളാണ് ആദ്യമേ വന്നത്. ഇനി ബാക്കിയുള്ള ഗസ്റ്റൊക്കെ നാളെ മുതൽ വരാൻ തുടങ്ങത്തേ ഉള്ളൂ. അപ്പം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ 2 ഫംഗ്ഷനായിട്ടാണ് പരിപാടികൾ. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഇന്ന് കുളിച്ച് ഫ്രഷായി ഇനിയിപ്പം വെളിയിലേക്ക് ഒന്ന് ഇറങ്ങാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇന്ത്യ പോകുന്ന പോലെ കേട്ടോ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം പഞ്ചാബികളാണ്, ഇഷ്ടം പോലെ. നമ്മുടെ ടാക്സി വന്നത്, അതുപോലെ തന്നെ ഇവിടെ വഴിയിൽ നടക്കുന്ന മുഴുവൻ ഇഷ്ടം പോലെ സർദാർമാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്നാ പറയുന്നത്, ഒരു കാനഡ വന്ന് പ്രതീതിയൊന്നുമില്ല, ഒരു ഇന്ത്യ വന്ന പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞങ്ങൾ ഇനിയിപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് പോവുക. ഇവിടെ വന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഫിയോണയും കൂടി ഉണ്ട്. ഫിയോണയുടെ വന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറഞ്ഞ് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നാ. അപ്പോൾ അത് കാരണം അവളായിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകും. നമുക്ക് ഇവിടുത്തെ കടയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ദേ ആ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് ചായവാല. അതിൻ്റെ അപ്പുറത്ത് പഞ്ചാബി കോർണർ. ദേ അവിടെ ഇതോടെ പഞ്ചാബി കോർണർ. അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഡർബാർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ദേ നമ്മളൊരു ഡൽഹിയിലോ ലുധിയാനയിലോ ഒക്കെ ചെന്ന ഒരു പ്രതീതിയാണ്. ഇവിടെ മുഴുവൻ ഇന്ത്യക്കാരുടെ കടകളും നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഫിയോണയ്ക്ക് ഇതൊന്നും താല്പര്യമില്ല. അവൾക്ക് ഇവിടുത്തുകാരുടെ ഇംഗ്ലീഷ് ഫുഡും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇപ്പം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:15 കേട്ടോ. പക്ഷേ നമ്മുടെ എന്നാ പറയുന്ന ഒരു നട്ടുച്ചയ്ക്ക് നടക്കുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ്. നല്ല വെയിൽ. ഇവിടെ അങ്ങനെയാണല്ലോ, സമ്മർ ആയി കഴിഞ്ഞാൽ ഒരു 9 മണിയാകാതെ ഇവിടെ സൂര്യൻ അസ്തമിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ക്ലൈമറ്റാണ്. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോഴേ ഇരുട്ടാവുകയും ചെയ്യും. അതായത് അവിടെ നമ്മുടെ ഓസ്ട്രേലിയയിലും അതുപോലെയൊക്കെ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത വിവാഹം കഴിഞ്ഞ് 9-ാം തീയതി മുതൽ നമ്മളൊരു ക്യാരവാൻ ഹയർ ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ കനേഡിയൻ മലയോര മേഖലകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുക. കനേഡിയൻ റോക്കീസ് എന്ന് പറയും. അവിടെ നമ്മളൊരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങളൊരു ക്യാമ്പർ വാനൊക്കെ എടുത്ത് ഒരു 6-7 ദിവസം ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണണം. ഇഷ്ടംപോലെ നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ ഐശ്വര്യമായിട്ട് ടിം ഹോർട്ടണിൽ നിന്ന് തന്നെ നമ്മൾ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ഫിയോണക്കുട്ടി ഹാപ്പിയായി അല്ലേടി? ഗൈസ്, അങ്ങനെ ഞങ്ങളിത് ആദ്യമായിട്ട് കാനഡ വന്നിട്ട് എവിടെയാ ടിം ഹോർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിലാണ് കയറിയത് ഡിന്നർ കഴിക്കാനായിട്ട്.
നമ്മള് എന്നാ പറയുന്നത്, ഇത് ലോഡഡ് ചിക്കൻ വിത്ത് റൈസ്, നല്ല സ്പൈസി ഹാബിനാറോ. എനിക്കൊരു ബേസിക് ബർഗർ അതെങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇതും ടേസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. മെക്ഡോണൾഡ്സിൽ ചിക്കനും ചീസ് കിട്ടുന്ന പോലെ അതുപോലെ ഏതെങ്കിലും നമ്മൾ ഈ ഇങ്ങനെ ഒരു സാധനമാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, ടേസ്റ്റ് കുഴപ്പമില്ല, നല്ല നല്ല സ്പൈസി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡിഷാണിത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ചായവാലയിലേക്ക് പോവുകയാണ്, ചായ കുടിക്കാൻ പോവുകയാണ്. ചായ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം ഇന്ത്യൻ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഭാര്യ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ഇന്ത്യൻ ഫുഡ് മതി എന്ന് പറഞ്ഞു. അല്ലാടി ഇന്ത്യൻ ഫുഡ് പോരെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് കഴിച്ചു. ഇനിയിപ്പം നമ്മൾ ഈ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടം പോലെ ഇതുപോലെയുള്ള ഹോട്ടലുകളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ദൂരം നടക്കണ്ട. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ദേ ആ കാണുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഏകദേശം നമ്മളിത് വൈഫിനായിട്ട് ചെറിയൊരു ഡിന്നർ കഴിക്കാനായിട്ട് വന്ന ഇവിടെയാണ്. നമ്മുടെ ഡൽഹിയിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള നല്ല ആലു പൊറോട്ടയും അതുപോലെ തന്നെയുള്ള ചിക്കൻ ടിക്ക, ഇന്ത്യൻ ഫുഡുകളെല്ലാം അതാണ് ഇവിടെ കിട്ടുന്നത്. ഇത് ഇതുപോലത്തെ ഒരു സംഭവമാണ് മേടിച്ചത്. ഡീലാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു കാപ്പിയും കിട്ടും. അങ്ങനെ. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എങ്ങനെയുണ്ടായിരുന്നു? ആലു പൊറോട്ട കുറേ വർഷങ്ങൾക്ക് ശേഷം. ഞങ്ങൾ കുറേ നാൾ ഡൽഹിയിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഏതായാലും അത് കുഴപ്പമില്ലായിരുന്നല്ലോ. എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. ഈ ഫ്ലൈറ്റ് ജേർണി ഇത്ര ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ ഇവിടെ വരാൻ തന്നെ ഒരു 10-20 മണിക്കൂർ എടുത്തു. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ പിന്നെ ഈ എഡ്മണ്ടനിലേക്ക് ഉണ്ടായിരുന്നു. അത് കാരണം ഉറക്കമൊന്നും ഒട്ടും ശരിയായില്ല. ഇനിയിപ്പോൾ ഇന്ന് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വേണം നാളത്തേക്ക് എല്ലാം ഒന്ന് ഫ്രഷപ്പായിട്ട് നാളെ ഇനിയിപ്പോൾ എഡ്മണ്ടനൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മളിത് നമ്മുടെ കനേഡിയൻ റോക്കീസ് അതുപോലെയുള്ള ഏരിയ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുന്ന അടിപൊളി വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. താങ്ക് യു വെരി മച്ച്.